പ്രകൃതിയുടെ അരുമസന്താനങ്ങൾക്ക് തഥാതന് പ്രണാമങ്ങൾ. ഈ കാലഘട്ടങ്ങളിൽ പ്രപഞ്ചത്തിൻ്റെ പരിണാമവും മനുഷ്യബോധത്തിൻ്റെ വികസനവും സംഭവിക്കേണ്ട കാലഘട്ടങ്ങളാണ് ഈ കാലം. ആ മനുഷ്യബോധത്തിൻ്റെ പരിണാമത്തിലൂടെ കടന്നു വരാൻ വേണ്ടി കാലം ധർമ്മത്തെ ലോകത്തെ പ്രസരിപ്പിക്കാനും പോഷിപ്പിക്കാനും വേണ്ടി കാലം നൽകിയ പ്രവർത്തനങ്ങളാണ്. അതായത് മനുഷ്യൻ ധർമ്മത്തിൽ നിന്ന് മാറി അധർമ്മത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങൾ ശ്രേഷ്ഠമായൊരു സമുദായം, ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം ഉടലെടുക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ യഥാർത്ഥമായി ധർമ്മത്തെ ഉണർന്ന് ധർമ്മത്തിലൂടെ ജീവിക്കേണ്ടവരാണ് സമുദായം. ധർമ്മം പറഞ്ഞാൽ മാരകരോഗങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, നാശങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ കാലഘട്ടങ്ങളിൽ തഥാതനെ ഒരു ഉപാധിയാക്കിക്കൊണ്ട് കാലം മറഞ്ഞുപോയ ധർമ്മങ്ങളെ എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠമായ ധർമ്മത്തിലൂടെ നയിപ്പിക്കാൻ വേണ്ടിയാണ് കാലം തഥാതനെ ഈ ലോകത്തെത്തിച്ചിരിക്കുന്നത്. ഈ നാട്ടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമുദായത്തിൻ്റെയും ശ്രേയസ് യുവതലമുറകളിൽ നിന്ന് വളർന്നു വരേണ്ടവരാണ്. അവർ തിരിച്ചറിവും ജ്ഞാനത്തോടു കൂടിയുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യൻ വളർത്തിയെടുക്കണം. നല്ല ആരോഗ്യം, സമൂഹത്തിനോടും രാഷ്ട്രത്തിനോടുള്ള സ്നേഹം, ലോകത്തിൽ നന്മ വരണമെന്നുള്ള ആകാംക്ഷ, സഹജീവികളോടുള്ള കരുണയും സ്നേഹവും, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സ്, സഹായിക്കാനുള്ളൊരു മനസ്സ്, എല്ലാ മനസ്സുകളും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉള്ളുണർന്ന ജ്ഞാനവും തിരിച്ചറിവും ഇന്നത്തെ തലമുറകൾക്ക് ആവശ്യമാണ്. ഉള്ളുണർന്ന ജ്ഞാനമില്ലാതിരുന്നാൽ ഇന്ന് നമ്മുടെ മനസ്സിൽ കാണുന്ന സമൂഹ മനസ്സിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് പ്രവർത്തനത്തിൽ നിന്നും ആലസ്യവും മൗഢ്യവും ദുർബലതയും വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉള്ളുണർന്ന ജ്ഞാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള മാതാപിതാക്കന്മാരും അതേപോലെ തന്നെ സമുദായത്തിലെ ഏറ്റവും ഉന്നതന്മാരായ പ്രവർത്തകന്മാരും ഇന്നത്തെ തലമുറകളെയും കുഞ്ഞുങ്ങളെയും ശ്രേഷ്ഠമായി വളർത്തി നല്ല ആരോഗ്യവാന്മാരാക്കി തിരിച്ചറിവ് ജ്ഞാനത്തോടു കൂടിയും ലോകത്തിൻ്റെ സ്നേഹം, കാരുണ്യം, വാത്സം, പ്രവർത്തിക്കാനുള്ള സഹനശക്തി ഇതെല്ലാം ഉണ്ടാക്കാനുള്ള മാർഗനിർദ്ദേശം കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ തലമുറകളാണ് നാട്ടിൻ്റെ വളർച്ചയ്ക്ക് എല്ലാറ്റിൻ്റെയും മൂല്യഹേതു. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം, അറിവ്, സാധാരണ ബാഹ്യപരമായ വിദ്യാഭ്യാസം വേണം. അതോടൊപ്പം തന്നെ ഉള്ളുന്ന ജ്ഞാനത്തിൻ്റെ അറിവുള്ള വിദ്യാഭ്യാസം, ആധ്യാത്മികത്തിൻ്റെ ഊർജ്ജ വികസനത്തിനുള്ള വിദ്യാഭ്യാസവും അത് ഭൗതിക തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലൂടെ സമന്വയിപ്പിക്കുമ്പോൾ ശ്രേഷ്ഠമായ ധർമ്മത്തിലേക്ക് ഇന്നത്തെ തലമുറകൾ വളർന്നു വരാൻ സഹായിക്കും. അതുകൊണ്ട് എല്ലാ മക്കളും ഈ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരേണ്ടവരാണ്. ആദ്യം മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ശ്രേഷ്ഠമായി തീർക്കാനുള്ള ജീവിതചര്യകളെ പഠിപ്പിക്കാനും അതിനുള്ള അറിവ് മാതാപിതാക്കന്മാർ നേടണം. അതേപോലെ തന്നെ കുഞ്ഞുങ്ങളിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്നേഹവും വാത്സല്യവും എന്നും കിട്ടിക്കൊണ്ടിരിക്കണം. സ്നേഹവാത്സല്യത്തോടെയും ലാളനയിലൂടെയും കുട്ടികൾക്ക് വേണ്ട അവരുടെ ദേഹത്തിനും മനസ്സിനും ചഞ്ചലപ്പെടാത്ത ഭക്ഷണ രീതികളും ജീവിത രീതികളും ഉണ്ടാകണം. അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ, പ്രയറുകൾ, മെഡിറ്റേഷൻസ്, കുട്ടികളുടെ വികസനത്തിനുള്ള മെഡിറ്റേഷൻസ് ഇത് പരിശീലിപ്പിക്കണം. അതേപോലെ തന്നെ ഇവരുടെ സ്നേഹം, പ്രായപൂർത്തി വരുന്നവരെയും മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിലൂടെയാണ് ഈ കുട്ടികളെ വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ഉള്ളുണർന്ന ജ്ഞാനത്തിലേക്ക് വഴിതിരിച്ചു കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഇന്നത്തെ സമുദായത്തിലുള്ള കുഞ്ഞുങ്ങൾ ശ്രേഷ്ഠമായ മാർഗത്തിലൂടെ കടന്നു വരുള്ളൂ. ശിശു വൈതലാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രകൃതിയുടെ യാഥാർത്ഥ്യങ്ങൾ, പ്രകൃതിദത്തമായിട്ടുള്ള അറിവുകൾ, പ്രകൃതിദത്തമായിട്ടുള്ള ജ്ഞാനത്തെ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കന്മാർ തയ്യാറാക്കണം. അങ്ങനെ ലാളനയും സ്നേഹത്തിലൂടെ മാത്രമേ കുട്ടികൾക്ക് ശ്രേഷ്ഠമായ ധർമ്മത്തിൻ്റെ വഴിയിലൂടെ വരാൻ സാധ്യമാകൂ. ലോകത്തിൽ ബാഹ്യപരമായിട്ടുള്ള ജീവിതമുണ്ട്, ആധ്യാത്മികപരമായ ജീവിതമുണ്ട്. ആധ്യാത്മിക ജീവിതം ഭൗതിക ജീവിതത്തിന് ആത്മീയോർജ്ജത്തിലൂടെ പോഷിപ്പിക്കണം. അതേപോലെ തന്നെ ആത്മവികാസം ഭൗതിക ജീവിതത്തിൽ നിക്ഷിപ്തമാണ്.
അങ്ങനെ ആധ്യാത്മികവും ഭൗതികവും രണ്ടും കൂടി ചേർന്ന് പോകാതെ അലസന്മാരായിട്ടോ മടിയന്മാരായിട്ടോ ദുർബലന്മാരായിട്ടോ പോകാൻ പാടില്ല. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ നിന്ന് നിഷേധിക്കുന്ന ഒരു സമ്പ്രദായങ്ങൾ ലോകത്തിലുണ്ട്. കർമ്മനിഷേധമല്ല ആധ്യാത്മികം. ആധ്യാത്മിക ഊർജത്തോടെ ഈശ്വരീയ ഊർജത്തിനെ നമ്മൾ ഉൾക്കൊണ്ട് സാക്ഷാത്കരിക്കപ്പെട്ട് ഈശ്വരീയ ഊർജത്തിലൂടെ ദൈവിക തന്മയത്വത്തോടുകൂടി സമുദായത്തെ സേവിക്കുകയും കർമ്മം ചെയ്യുകയും ചെയ്യുന്നതാണ് മാനവൻ്റെ ധർമ്മം. ആ കർമ്മം അവന് കാലം നൽകപ്പെട്ട കടമകളാണ്, കർത്തവ്യങ്ങളാണ്. അതുകൊണ്ട് സ്ഥിരത വിടാതെ ലക്ഷ്യബോധത്തോടുകൂടി സുഖത്തിലും ദുഃഖത്തിലും സമചിത്തത പാലിച്ചുകൊണ്ട് പ്രകൃതിയുടെ ലക്ഷ്യമെന്തെന്ന് അറിഞ്ഞുകൊണ്ട് അവനവന് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ അവൻ്റെ ജന്മം സാഫല്യമടയുന്നു, സമുദായത്തിന് ശ്രേയസ്സും മംഗളവും വന്നു ചേരുന്നു. അതേ മുതൽ ലോകരാഷ്ട്രം ഒരു സ്വർഗപ്രപഞ്ചമായി തന്നെ പരിണമിക്കാൻ സാധ്യമാകുന്നു. അതുകൊണ്ട് ഇന്നത്തെ എല്ലാവരും ഭൗതികത്തിൽ ആധ്യാത്മികവും ആധ്യാത്മികത്തിൽ ഭൗതികത്തിലുള്ള വികാസത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്യാൻ എല്ലാവരും തയ്യാറായിരിക്കണം. തഥാത്തിൻ്റെ പ്രവർത്തനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് മൺമറഞ്ഞുപോയ ധർമ്മങ്ങളെ ലോകത്തിലേക്ക് പുനർജനിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക. കാരണം ധർമ്മം മറഞ്ഞ് അധർമ്മത്തിൻ്റെ തീഷ്ണതകൾ കൊണ്ട് മനുഷ്യബോധത്തെ മറച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ധർമ്മത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി എൻ്റെ കുട്ടിക്കാലം മുതലുള്ള തപസ് കാലത്തിൻ്റെ പ്രചോദനങ്ങളാണ് ധർമ്മത്തിനെ പ്രചോദിപ്പിക്കാൻ. ആ സനാതന ധർമ്മത്തിനെ ലോകം മുഴുവനും വ്യാപിപ്പിക്കുകയും മനുഷ്യൻ സനാതന ധർമ്മത്തിലൂടെ ശ്രേഷ്ഠമായ ഒരു രാഷ്ട്രം ഉടലെടുത്ത് എല്ലാവരെയും ഏകധാരിയിൽ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ് മനുഷ്യൻ. അതിനുവേണ്ടി കാലം ഓരോരോ ഘട്ടങ്ങളായി തഥാതനിലൂടെ പല കർമ്മങ്ങളും ചെയ്യിപ്പിച്ചെങ്കിലും മുഖ്യമായ കർമ്മങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ധർമ്മം മറഞ്ഞ കാലത്ത് ധർമ്മത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ ആദ്യമായി സ്രഷ്ടാവ് ഇനി വരുന്ന കാലത്തുള്ള ധർമ്മത്തെ ഓർമ്മിപ്പിക്കുകയും ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കി സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്ത് ഒരു വ്യക്തിയുടെ വളർച്ച, കുടുംബത്തിൻ്റെ, സമുദായത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, വിശ്വത്തിൻ്റെ പോഷണത്തിന് വേണ്ടിയുള്ള ധാർമ്മിക മൂല്യങ്ങളെ പ്രചരിപ്പിക്കാൻ ആദ്യമായി സാരനാഥിൽ ബുദ്ധൻ ധർമ്മത്തെ പ്രചരിപ്പിച്ച ആ കേന്ദ്രത്തിൽ ആദ്യമായി ധർമ്മസൂത്രം എന്നറിയപ്പെടുന്ന മന്ത്രങ്ങളിലൂടെ ആ ധർമ്മത്തിനെ പ്രചരിപ്പിക്കുകയാണ്. ആ ധർമ്മത്തിന് മുഖ്യമായത് പ്രകൃതി എന്തിനു വേണ്ടി ഈ മനുഷ്യനെ ലോകത്ത് ജനിപ്പിച്ചുവോ ആ ജനിപ്പിച്ചതിൻ്റേതായ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് സ്വധർമ്മം ആചരിക്കാനുള്ള മാർഗങ്ങളും അതിന് പ്രതിബന്ധമായി നിൽക്കുന്നതിന് നിഷ്കാസനം ചെയ്യുന്നതിനുള്ള ജീവിത ദർശനങ്ങളും ആത്മവികാസനത്തിനുള്ള വികാസത്തിൻ്റെ മാർഗങ്ങളും ഭൗതികവും ആധ്യാത്മികവും രണ്ടും കൂടി ചേർത്തുകൊണ്ട് ലോകജീവിതത്തിന് ശ്രേഷ്ഠമായി തീർക്കുന്ന മാർഗങ്ങളും ഉപദേശിച്ചു. അതിനുശേഷം ഇന്നത്തെ അന്ധകാരത്തിൽ അകപ്പെട്ട പ്രപഞ്ചത്തിനെ അതിന് അതിക്രമിക്കാൻ, അതിനെ മറികടക്കാൻ വേണ്ടി ധർമ്മസൂയ മഹായാഗം, അതായത് പൂർവ്വ ഋഷികൾ കണ്ടെത്തി സമുദായത്തിന് ധർമ്മം മറഞ്ഞ അധർമ്മങ്ങൾ തീഷ്ണമാകുന്ന കാലത്തുങ്ങളിൽ യജ്ഞങ്ങളെല്ലാം നടത്തി ധർമ്മത്തിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ഇതും തമസിനെ മേദിപ്പിക്കാനുള്ള ധർമ്മസൂയ മഹായാഗം പൂർവ്വ ഋഷികൾ കണ്ടെത്തിയിരിക്കുന്നു. ആ യജ്ഞങ്ങൾ നടത്തി അതിനുശേഷം ധാരാളം ജനങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ സാധ്യമായി. അതിനുശേഷം ഈ ഭൂമിയിൽ ധർമ്മം മറഞ്ഞ ഈ കാലത്ത് ഭൂമിയിൽ ധർമ്മത്തിനെ പ്രസരിപ്പിക്കാനുള്ള ധർമ്മപീഠം എന്നുള്ളൊരു കേന്ദ്രം ആരംഭം കുറിച്ചു. അതും കാലത്തിൻ്റെ നിയോഗമായിരുന്നു. ആ ധർമ്മത്തിനെ ഭൂമിയിൽ പ്രതിഷ്ഠപ്പെടുകയും പ്രതിഷ്ഠിച്ച ആ കേന്ദ്രത്തിൽ നിന്ന് പ്രപഞ്ചത്തിലുള്ള ശ്രേഷ്ഠമായ ധർമ്മത്തിനെ അത് ആഗിരണം ചെയ്തെടുത്ത് ലോകത്തിലെ പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങളും ഇവിടെ ഉടൻപിടിച്ചു. അതിനുശേഷം പല രാജ്യങ്ങളിലും എല്ലാവരും ധർമ്മത്തെ മറഞ്ഞവർക്ക് ധർമ്മത്തെ ഓർമ്മിപ്പിക്കുകയും അവരുടെ നാട്ടിൻ്റെ സംസ്കാരങ്ങൾക്കനുസരിച്ച് ധർമ്മത്തിനെ പ്രവചിച്ച് സമുദായത്തിനെ ശ്രേഷ്ഠമാക്കി തീർക്കാനുള്ള ഒരു ജീവിത ദർശനവും പഠിപ്പിച്ചു. അതേപോലെ തന്നെ ബ്രഹ്മചാരികളെയും ഗൃഹസ്ഥന്മാരെയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് ശ്രേഷ്ഠമായൊരു സമുദായം ഇവിടെ ഉടലെടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് തഥാതനിലൂടെ കാലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വശാന്തി യജ്ഞം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ ഋഷീശ്വരന്മാർ ലോകത്തിന് നൽകപ്പെട്ട ഏറ്റവും വലിയ കാരുണ്യമാണ്. അതായത് ഇന്ന് ബോധം മറഞ്ഞ കാലം, പ്രകൃതിക്ഷോഭങ്ങളും നാശങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അന്തരീക്ഷം മുഴുവനും മനുഷ്യ മനസ്സിൻ്റെ ധർമ്മബുദ്ധിയില്ലാത്ത ഭീകരതകൾ പ്രത്യക്ഷപ്പെട്ട് അന്ധകാരത്തിൽ മുഴുകിയ ഈ സമുദായം അന്ധകാരത്തിനെ ഭേദിപ്പിച്ചുകൊണ്ട് ഈശ്വരീയ ഊർജത്തിനെ പ്രവഹിപ്പിച്ച് വിശ്വം
ഇതിൻ്റെ രൗദ്രതയെ ശാന്തമാക്കാനുള്ള ഒരു വേദിക റിച്വൽസാണ് വിശ്വശാന്തി യജ്ഞം. അതിൽ ഏവർക്കും വരികയും ഒന്നിച്ചേർന്ന് യജ്ഞത്തിൽ പങ്കെടുക്കുകയും കൂട്ടായ്മയായ പ്രാർത്ഥനകളും നാട്ടിൻ്റെ ഏറ്റവും വലിയ ശുഭസങ്കല്പങ്ങളോടുകൂടി നാട്ടിൻ്റെ ശ്രേയസ്സിന് വേണ്ടി പ്രപഞ്ചം ധർമ്മയുഗം സത്യമായി തീരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈ വിശ്വശാന്തി യജ്ഞത്തിൽ നടത്തപ്പെടും. അതുകൊണ്ട് ഏവർക്കും, കുട്ടികൾ തൊട്ട് എല്ലാവർക്കും അതിൽ വന്ന് പങ്കെടുത്ത് നമ്മുടെ ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയാണ് വിശ്വശാന്തി യജ്ഞം നടത്താൻ പോകുന്നത്.